ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പണിമുടക്ക് എങ്ങനെയെന്ന് നോക്കിയാലോ. നമ്മളെ കോഴിക്കോട് പണിമുടക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഏകദേശം സിവിൽ സ്റ്റേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിവിൽ സ്റ്റേഷനൊക്കെ ഒന്ന് ഓഫാണ്, അവിടെ വലിയ ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ റോഡൊക്കെ വല്ലപ്പോഴേ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ ഏകദേശം റൊട്ടേഷനൊക്കെ കാണിക്കണം. അവിടെ സിവിൽ സ്റ്റേഷൻ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വയനാട് റോഡ് നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പണികളൊക്കെ അത്യാവശ്യം പുരോഗമിക്കുന്നൊക്കെ ഉണ്ട്. സിവിൽ സ്റ്റേഷൻ ഭാഗത്തു കൂടെ പോകുമ്പോൾ കാണാം ഏകദേശം റോഡൊക്കെ ഡിവൈഡർ വെച്ചും രണ്ട് സൈഡാക്കിയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മളിതാ പിന്നെ എരണിപ്പാലം ബെൽറ്റാണ് ഉദ്ദേശിക്കുന്നത്. എരണിപ്പാലം നമ്മൾ അങ്ങനെ പോവാണ് ഉദ്ദേശിക്കുന്നത്. എരണിപ്പാലം വഴി ഇങ്ങനെ മാവൂർ റോഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ആ ബെൽറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. നമുക്കത് പോയി നോക്കാം മൊത്തമായിട്ട്. ആ ബെൽറ്റ് നമ്മൾ ഫിഷ് മാർക്കറ്റ്, പാളയം മാർക്കറ്റ് ഒക്കെ എല്ലാം നമുക്കൊന്ന് കവർ ചെയ്തു. കോഴിക്കോട് ഇന്നത്തെ അവസ്ഥ എന്താണ്, പണിമുടക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി വെക്കാം. ഏകദേശം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ പണിമുടക്ക് നടത്തുന്നവരും ചെയ്യുന്നൊന്നുമില്ല. ആരെയും ബുദ്ധിമുട്ടിന്ന് അത്യാവശ്യക്കാർക്ക് വേണ്ടവർക്ക് പോകാം. എല്ലാവരും സഹകരിക്കും. ഏകദേശം എല്ലാ കടകളും സഹകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ റോഡ് പണി എടുക്കാനൊക്കെ സുഖമാണ്, പക്ഷേ റോഡ് പണി അധികമൊന്നും നടക്കുന്നില്ല ഇന്ന്. റോഡ് പണിയൊക്കെ എടുക്കാൻ വലിയ കുഴപ്പമില്ലാത്ത ദിവസങ്ങളായിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം യാത്ര ചെയ്യാം. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഏകദേശം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം, വലിയ ബുദ്ധിമുട്ടുള്ളതില്ല. അപ്പോൾ അത്യാവശ്യം പോകേണ്ടവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഒരു കുഴപ്പമില്ല. ഇവിടെ സമരത്തിൻ്റെ അനുകൂലികൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് കോഴിക്കോടൊന്നും. അപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബസ്, KSRTC ഒന്നും അധികം സർവീസ് നടത്തുന്നത് കണ്ടിട്ടില്ല. പ്രൈവറ്റ് ബസ്സൊന്നും സർവീസ് നടത്തുന്നില്ല. അവരൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഇതിനോട്. KSRTC നമ്മളിവിടെ ഒന്നും കണ്ടിട്ടില്ല, നമ്മൾ പോയ സമയത്തൊന്നും കണ്ടിട്ടില്ല, എപ്പോഴൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ വഴിക്കൊന്ന് പോകാം. ഇപ്പോൾ നമ്മൾ എത്തിയത് എരണിപ്പാലം എത്തിയിട്ടുണ്ട്. എരണിപ്പാലം ഏകദേശം സിഗ്നലെത്തി. സിഗ്നലിൽ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം ബ്ലോക്കിൽ നിൽക്കണം. നമ്മൾ എരണിപ്പാലം പള്ളിയൊക്കെ ഇതാ കാണുന്നുണ്ട്. നമ്മളെ റൈറ്റ് സൈഡിൽ മാക്സിൻ്റെ ഷോറൂമാണ്. അങ്ങനെയാണ് അവിടുന്ന് ബ്ലോക്ക് ഒരു 2 സെക്കൻഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടക്കാവ് പോകുമ്പം അവിടെ റോഡ് പണി തന്നെ കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്ന. മേലിൽ ഇടത്ത് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. റോഡൊക്കെ ഏകദേശം കാലിയായി. ഇങ്ങനെയൊക്കെ പോകാൻ കിട്ടണം. വല്ല പണിമുടക്കോ ഹർത്താലോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ നമ്മുടെ റോഡ് ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം അവിടെയും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പമ്പുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പമ്പുകൾ, എരണിപ്പാലം പമ്പൊക്കെ ക്ലോസ്ഡാണ്, പമ്പുകളൊന്നുമില്ല. പിന്നെയെന്ന് പറയുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വലിയ ബ്ലോക്കോ ഒന്നുമില്ല. അത്യാവശ്യം കുറച്ച് വണ്ടികൾ മാത്രം പാസ് ചെയ്യുന്നുള്ളൂ. കടകളൊക്കെ പൂർണ്ണമായിട്ടും സഹകരിച്ചു എന്ന് തന്നെ പറയാം നമുക്ക്. ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ റോഡിൻ്റെ അവസ്ഥയാണ് ഇത്. എപ്പോഴാണ് നമ്മളെ റോഡൊക്കെ ഒന്ന് നന്നായി കിട്ടുക? കുറച്ച് സമയം എടുക്കൂലേ? ഇനി റോഡ് സൈഡിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. നല്ല കുഴിയും ഡ്രൈനേജിൻ്റെ പണിയും എല്ലാം നടക്കുന്നുണ്ട്. കുറച്ച് കാലം കഴിയും ഇതൊന്ന് മാറിക്കിട്ടണേ. നടക്കാവാണ് ഇപ്പോൾ കേട്ടോ. നടക്കാവ് പഴയ ബെൻസിൻ്റെ ലൊക്കേഷനാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം നടക്കാവ് പള്ളി എത്താറായി. പഴയ സൽക്കാരുണ്ടല്ലോ, സൽക്കാരിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. സൽക്കാരിൻ്റെ വലത്ത് ആ ജംഗ്ഷനിൽ തന്നെ നല്ലൊരു കുഴിയുണ്ട്, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ പഴയ സൽക്കാരിൻ്റെ വലത്ത് ഭാഗത്ത് ആ ജംഗ്ഷനിൽ തന്നെ ഉള്ളൊരു കുഴിയാണ്. അത് കുറച്ച് ദിവസം എടുത്തിട്ട് ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ല? ആ കുഴി ഞാൻ കാണിച്ചു തരാം. കുഴി ഏകദേശം കുഴി എത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം സൽക്കാരിൻ്റെ മുന്നിൽ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ റൈറ്റ് സൈഡിൽ ഇതാ ഈ കാണുന്നതാണ് ആ കുഴി. ഇത് എന്തിനു വേണ്ടിയിട്ടാണോ? കുളം കുഴിക്കുകയാണോ വഹരിന്? അപ്പം നമ്മളിനി മനോരമൻ്റെ ഫ്രണ്ടത്ത് അതിൽ കൂടെയുള്ള റോഡിലാണ് പോകുന്നത്. ആ റോഡൊക്കെ ഏകദേശം കാലിയാണ്. ഇവിടെയൊക്കെ തന്നെ ഷോപ്പുകളൊന്നുമില്ല, എല്ലാവരും സഹകരിച്ചിട്ട് ബാങ്കിങ്ങും ഫിനാൻസിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, ആരും തുറന്നിട്ടില്ല. അപ്പം പിന്നെ നമ്മളെ കൊട്ടാര റോഡിൻ്റെ ഫ്രണ്ടിലൊരു പമ്പുണ്ട്. ആ പമ്പ് മാത്രമാണ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ പമ്പ് വർക്കിംഗ് ആയിട്ട് അത്യാവശ്യം പെട്രോൾ അടിക്കേണ്ടവർക്ക് അവിടെ പോയി അടിക്കാം. ഈ പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. വേറെ പമ്പുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളീ പോകുമ്പോൾ മനോരമ ജംഗ്ഷനിൽ എത്തുമ്പം അവിടെയൊക്കെ രാവിലെ പോകുമ്പോഴൊക്കെ നല്ല വെള്ളമാണോ ചീത്ത ഡ്രൈനേജ് വെള്ളമാണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല. ആ റോട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ബൈക്ക് ഓടിക്കുന്നവരൊക്കെ മേലക്കൂടാണ് ഈ വെള്ളം
പാസ് ചെയ്ത് പോണേ. ഇന്നിപ്പം കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. മനോരമയുടെ ഫ്രണ്ടിലൊക്കെ നല്ല പണി നടന്നുകൊണ്ടൊക്കെ തന്നെ. ആ റോഡൊക്കെ വളരെ ദയനീയ അവസ്ഥകളിലാണ് പോകുന്നത്. നമുക്ക് ആ വഴി നേരെ മാവൂർ റോഡ് അങ്ങനെ പുതിയ സ്റ്റാൻഡൊന്ന് പോയി നോക്കാം. പിന്നെ പഴയ ചോയ്സൻസിൻ്റെ പമ്പുണ്ട് ഇവിടെ. ചോയ്സൻസിൻ്റെ പമ്പും അതിൻ്റെ ഓപ്പോസിറ്റിലെ പമ്പും ഒക്കെ ക്ലോസ്ഡാണ്. അവിടെ ഒന്നും പെട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നൊക്കെ അവിടെ അവധി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധിയായിട്ടുണ്ട്. ഈ റോഡ് കണ്ടോ, ചെറിയ റോഡായിട്ടുണ്ട്. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കൽ. ഒരു സൈഡ് കുറച്ച് ടാറയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏകദേശം കുരിശുപള്ളി എത്താറായിട്ടുണ്ട്. കുരിശുപള്ളിയിൽ നമുക്ക് അവിടുന്ന് ആ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് പോയിട്ട് നമുക്ക് പുതിയ സ്റ്റാൻഡിലെ അവസ്ഥ എന്താണെന്നും കൂടി ഒന്ന് നോക്കി വരാം. ക്രിസ്ത്യൻ കോളേജിൻ്റെ ഫ്രണ്ടാണ്. ക്രിസ്ത്യൻ കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് പണിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ അടുത്തട്ടം കഴിയായിരിക്കുമല്ലേ. വളരെ ദയനീയ സ്ഥിതികളിലാണ് ഇപ്പം പോകുന്നത്. വണ്ടിയായിട്ടൊന്നും ഇപ്പം ഡേ ടൈമൊക്കെ പോകാൻ ഭയങ്കര കൺജസ്റ്റഡാണ്. നല്ല കൺജസ്റ്റഡ് ഉണ്ട്. എന്താ പറയുക, ഫുള്ള് ബ്ലോക്കാണ്. കാറൊക്കെ എടുത്ത് പോകാൻ പെടും, മനുഷ്യന്മാർ പെടുന്ന അവസ്ഥ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് സ്പീഡാക്കട്ടോ എല്ലാവർക്കും. എല്ലാവരും സഹകരിച്ചൊന്ന് സ്പീഡാക്കിയാൽ ആളുകൾക്ക് കുറച്ച് ഉപകാരമാവും. അപ്പോൾ നമ്മളിത് ഈ പമ്പ് ചോയ്സൻസിൻ്റെ പഴയ പമ്പ്, ഈ പമ്പൊക്കെ ക്ലോസ്ഡ് ആട്ടോ. ഇവിടേക്ക് പെട്രോൾ അടിക്കാതിരിച്ചിട്ട് ആരും ഓടിക്കയറി വരണ്ട. ഇതിന് ഓപ്പോസിറ്റുള്ള പമ്പ് ഇതും ക്ലോസ്ഡ് തന്നെയാണ്. ഈ പമ്പും ക്ലോസ്ഡ് തന്നെയാണ്. നമുക്ക് നേരെ മാവൂർ റോഡ് ജംഗ്ഷനിൽ നിന്നും പുതിയ സ്റ്റാൻഡിലെ അവസ്ഥ എന്താണെന്നൊന്ന് പോയി വെക്കാം. അങ്ങോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ മാവൂർ റോഡ് ജംഗ്ഷൻ കുരിശുപള്ളി കഴിഞ്ഞിട്ട് പിന്നെ മാവൂർ റോഡ് ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റ് പോയിട്ട് പുതിയ സ്റ്റാൻഡ് എന്താ അവസ്ഥ എന്ന് പോയേക്കാം. പിന്നെ കെ എസ് ആർ ടി സ്റ്റാൻഡ് നോക്കാം. കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ഓടുന്നുണ്ടോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഷെഡ് കയറ്റിയിട്ടാണോ എന്നൊക്കെ നോക്കാം. ഏകദേശം കെ എസ് ആർ ടി സ്റ്റാൻഡ് ഇതാ നമ്മളെ സാഗർ കഴിഞ്ഞ് KSRTC സ്റ്റാൻഡ്. ഏകദേശം വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. വളരെ സൈലൻ്റായിട്ട് തന്നെ അവിടെ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ അവിടെ വണ്ടി കിട്ടാണ്ട് കുടുങ്ങി നിൽക്കുന്നവരാണോ, കുറച്ച് ആളുകളൊക്കെ അവിടെ അല്ലറ ചില്ലറ കാണുന്നുണ്ട്. അവരൊക്കെ പെട്ട് നിൽക്കുകയാണ്. വണ്ടി ഇല്ലായിട്ട് ലോങ് സർവീസ് ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഷോർട്ടിലും വണ്ടി KSRTC ഞാൻ പോകുന്ന സമയത്തൊന്നും ഓടി കണ്ടിട്ടില്ല കേട്ടോ. അവിടെ ഒന്നും വണ്ടികളില്ല, ഒക്കെ ഷെഡായി കിടക്കുകയാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാം, ആദ്യം പറഞ്ഞ പണിയോടെ കാണല്ലോ. പക്ഷേ ഒന്ന് അത്യാവശ്യം പോകേണ്ടവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഓൾറെഡി പിന്നെ ചില ആളുകളുണ്ടാവും അറിയാണ്ട് വന്ന് വിടുകയാണെന്ന് ആദ്യം പറഞ്ഞ പണി മുടക്കാണ്. അപ്പോൾ അറിയാണ്ട് വരുന്നവർ ഒന്നുമില്ല. പിന്നെ കിട്ടുന്ന പ്രതീക്ഷയിൽ വന്നതായിരിക്കും, അത് നമ്മൾ അറിയണ്ട. പിന്നെ നമ്മളെ മാവൂർ റോഡ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് നേരെ പോകണ്ട, റൈറ്റിലേക്ക് പോകാം. പുതിയ സ്റ്റാൻഡിൻ്റെ ഒരു സൈഡ് നമുക്ക് നോക്കി വെക്കാം. അവിടെ വണ്ടികളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലാണോ അവർ കൊണ്ടിട്ട്, അല്ലെങ്കിൽ റോട്ടിലാണോ കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ വണ്ടി സർവീസിന് പോയിട്ടുണ്ടോ എന്താണെന്നൊക്കെ അവസ്ഥ നോക്കാം. ഏകദേശം മാവൂരോടൊക്കെ ശൂന്യം തന്നെയാണ്. മാവൂർ പുതിയ സ്റ്റാൻഡ് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നും വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. സർവീസിനൊന്നും ആരും പോയിട്ടില്ല. എല്ലാവരും വണ്ടിയൊക്കെ വെച്ച് വീട്ടിൽ പോയിട്ടുണ്ട്, കിടന്നുറങ്ങുന്നുണ്ടാവും. അങ്ങനെ നേരെ നമുക്ക് സ്റ്റേഡിയം ജംഗ്ഷൻ പിന്നെ നമുക്ക് കോർണേഷൻ അതിലായോണ്ട് പോകണ്ടല്ലോ, നമുക്ക് പാളയം വഴി കൊണ്ട് പോകാം. പാളയം എന്താ അവസ്ഥ ഈ സമയത്തൊക്കെ? സാധാരണ പോകണമെങ്കിൽ പാളയം നല്ല തിരക്കായിരിക്കും, ബ്ലോക്ക് ഈ രാവിലെ സമയത്തൊക്കെ. ഈ സമയത്ത് നമുക്ക് പാളയത്തെ അവസ്ഥ എന്താണെന്നും കൂടി ഒന്ന് പോയി നോക്കാം. ഏകദേശം നമ്മളിപ്പോൾ സ്റ്റേഡിയം ബിൽഡിംഗ് എത്തുന്നുള്ളൂ കേട്ടോ. മാതൃഭൂമി അങ്ങനെ സ്റ്റേഡിയം ബിൽഡിംഗ് എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് സ്റ്റേഡിയം ജംഗ്ഷനാണിത് കാണുന്നത്. അത്യാവശ്യം കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഓടുന്നവരൊക്കെ ഓടുന്നുണ്ട്. നേരെ പോയിട്ട് നമുക്ക് അടുത്ത ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്കാണ് നമുക്ക് പാളയം പോകേണ്ടത്. ആ വഴിയൊന്ന് പോയി നോക്കാം. ഈ വഴിക്ക് വളരെ കാലിയാണ്. ഈ സമയത്തൊന്നും ഇത്ര കാലി കാണാറില്ല. പണിമുടക്കൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇട്ടുള്ളൂ. ഇതാ കണ്ടല്ലോ, നല്ല സുഖത്തിൽ പോവാം, ഒരു കുഴപ്പമില്ല. നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ കോഴിക്കോടൊക്കെ പോകാം, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും.
അപ്പം നമ്മൾ അടുത്ത ജംഗ്ഷൻ മലബാർ ഗോൾഡ് കഴിഞ്ഞ് അവിടെ നിന്നും നമ്മളെ കല്യാൺ കേന്ദ്ര അവിടെ നിന്ന് റൈറ്റിലേക്കുള്ള റോഡാണ് നമ്മളെ പാളയം റോഡ്. പഴയ പാളയം റോഡാണ്. പുതിയതിലേത്തൊന്നും ഇപ്പം പോയിട്ടില്ല. ഓപ്പൺ ചെയ്ത സമയത്ത് മാത്രമേ പുതിയ പാളയത്ത് പോയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളെ പാളയം റോഡ് കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ റോഡ് ഇത്ര കാലിയായിട്ട് കാണും. അല്ലെങ്കിൽ ഫുള്ള് വണ്ടിയും ഫുള്ള് റോഡ് സൈഡിൽ സാധനങ്ങളും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം നിറഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമാണിത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു കാലം ഇവിടെ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പണിമുടക്ക് ഹർത്താൽ ഇതിന് മാത്രം ഇവിടെ കാലിയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കൺജസ്റ്റൻ. ഇവിടെ കുറേ ട്രാവൽസ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. നല്ല തിരക്കുള്ള റോഡാണ് അത്. എപ്പോഴും ബ്ലോക്ക്. ഇതിപ്പോൾ രാവിലെ സമയമൊക്കെയാണ്. ഈ സമയത്തൊക്കെ ലോഡ് വരുന്നുണ്ടാവും, ഇറക്കുന്നുണ്ടാവും. എല്ലാം കൊണ്ട് നല്ല പെരും തിരക്കുള്ള സ്ഥലമാണ്. പാളയം മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. പാളയം മാർക്കറ്റും ഫുള്ളായിട്ട് ക്ലോസ്ഡാണ്. എല്ലാവരും സഹരിച്ചിട്ടുണ്ട്. ഇവിടെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഉണ്ടല്ലോ, വളരെ സൈലൻറ്റ്. പിന്നെ അതാ ലെഫ്റ്റ് സൈഡിൽ ഒരു ചായ ഒരാൾ ഒരു ടേബിളിട്ട് ചായയും സ്നാക്സും അവിടെ വിൽക്കുന്നുണ്ട്. താൽക്കാലിക ആശ്വാസത്തിനല്ല, അവിടെ ബുദ്ധിമുട്ടുന്നവർക്ക് ചായ ഒരു കടിയും കഴിക്കുക. ഈ സമയത്ത് മൂപ്പരൊരു ബിസിനസ് കണ്ടെത്തിയ ഓരോരുത്തരുണ്ടാവും. എന്തെങ്കിലും പരിപാടി ചെയ്യട്ടെ, ആരെങ്കിലും ജീവിച്ച് പോട്ടെ. മൂപ്പർക്ക് മടിയില്ല, മൂപ്പരെന്തെങ്കിലും കച്ചവടം ചെയ്ത് അതുകൊണ്ട് മൂപ്പര് ജീവിക്കട്ടെ. എന്ത് തൊഴിൽ ചെയ്യാനൊരു മടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും ബോധിപ്പിക്കണ്ട. അവനാന് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അവനാന് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരും അത് ചോദിച്ച് വരാനില്ലേ. കിട്ടിയില്ലെങ്കിൽ 5 പൈസ അല്ലേ നമ്മുടെ അടുത്ത് തന്നെ. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാ ചേത്താന്മാരും ഉണ്ടാവും. പിന്നെ നമുക്ക് നേരെ ലിങ്ക് റോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് കേട്ടത്. കോഴിക്കോടുള്ളവർക്കൊക്കെ അറിയാം. കോഴിക്കോടല്ലാത്തവരോട് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് ലിങ്ക് റോഡിൽ പറഞ്ഞാൽ നമ്മളെ അവസ്ഥ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ട്രെയിനിന് പോകുന്നുണ്ട്. അപ്സര തിയേറ്റർ ഫിലിം കാണാൻ വെച്ചാൽ ആരും ഓടിപ്പോണ്ട, തിയേറ്ററും ക്ലോസ് ആട്ടോ. നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ വഴിക്ക് അത്യാവശ്യം അർജൻറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും എത്തിയിട്ട് അവരതാ നടന്ന് പോകുന്നൊക്കെ ഉണ്ട്. ലോങ്ങൊന്നും 2 ആൾക്കാർ അതാ ട്രോളിയൊക്കെ ഉന്തി നടന്ന് പോകുന്നുണ്ട് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. അവർ നേരെ അവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വലിയ ദൂരമൊന്നും അവർക്കില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേൻ്റെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ പോവാണ്. അതിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നല്ലോ, അവിടെ ഏകദേശം ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ കാഴ്ച പറഞ്ഞാൽ അത്യാവശ്യം ഓട്ടോ സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഓട്ടോ കണ്ടോ, ഓട്ടോ സർവീസ് നടത്തുന്നുണ്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഓട്ടോ കയറി പോകും. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ എല്ലാവരും ലീവാക്കുമ്പോൾ ഓരും സർവീസ് നടത്തുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും പറയാണ് നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം വീട്ടിലൊക്കെ എത്താമല്ലോ. പിന്നെ നമുക്ക് നേരെ വെല്ലിയങ്ങാടി ഒന്ന് പോയാലോ. വെല്ലിയങ്ങാടിത്തെ അവസ്ഥ എന്താണെന്ന് നോക്കല്ലോ. നേരെ നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ പിന്നെ നമ്മൾ മാനാഞ്ചിറ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ലെഫ്റ്റിലേക്ക് പോകാം. ലെഫ്റ്റ് നേരെ ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി നമുക്ക് വെല്ലിയങ്ങാടിയിലേക്ക് പോകാം. എന്താ അഭിപ്രായം? വെല്ലിയങ്ങാടിയിൽ നിന്ന് പോയൊക്കെയല്ലേ. വെല്ലിയങ്ങാടിയിൽ നിന്ന് തുറന്നിട്ടുണ്ടോ, വണ്ടികളുണ്ടോ, എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. ഇത് നമ്മളെ റെയിൽവേ ഗേറ്റിൻ്റെ ഫ്ലൈ ഓവറാട്ടോ. നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് പോയാൽ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയാണ് ഈ വഴി. പിന്നെ നമുക്ക് നേരെ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് വെല്ലിയങ്ങാടിയിലേക്കൊന്ന് പോകാം. വെല്ലിയങ്ങാടിയിലത്തെ അവസ്ഥ നമുക്ക് നോക്കാം. വെല്ലിയങ്ങാടിയിലെ അവസ്ഥ പറഞ്ഞാൽ എല്ലാവരും ഷോപ്പുകളൊക്കെ ക്ലോസ് ആണ്. എല്ലാവരും സഹരിച്ചിട്ടുണ്ട്. എല്ലാവരും പൂർണ്ണമായി സഹരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ചില കടകൾ ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുണ്ട്. അവിടെ ഇപ്പം എന്തെങ്കിലും പണികൾ പണികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 1-2 കട തുറന്ന് കാണുന്നുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിലും അത് ചെയ്ത് തീർക്കാമല്ലോ. ഇന്ന് ലീവുള്ള ഡേ അല്ലേ. അപ്പം വെല്ലിയങ്ങാടിത്തെ അവസ്ഥ കണ്ടല്ലോ. പിന്നെ അറിയാണ്ട് ഇന്നലെ രാത്രിയൊക്കെ വന്ന ലോഡായിരിക്കും. അതിൽ ഇറക്കാനുണ്ട്. ഇപ്പം ഇന്ന് പണിക്കാരൊക്കെ ലീവായിരിക്കും. അതുകൊണ്ട് നാളെ ഇറക്കലൊക്കെ നോക്കിയാൽ മതി. അപ്പം അധികം ആൾക്ക് അറിയുന്നതുകൊണ്ട് ലോഡ് അധികമൊന്നും വന്നിട്ടില്ല. വണ്ടിയിൽ 3-4 ലോറിയേ ഉള്ളൂ. അപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് നേരെ നമ്മളെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള സെൻട്രൽ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിലേക്കൊന്ന് പോയി നോക്കിയാലോ. അവിടുത്തെ അവസ്ഥ എന്താ? ഫിഷ് മാർക്കറ്റ് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ അവിടെ ലീവാണോ?
അവിടെ പോയാൽ നമുക്ക് മീൻ കിട്ടും. എന്താ അവസ്ഥ അറിയാലോ. അപ്പോൾ ഓണർ അത്യാവശ്യം ബുദ്ധിമുട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് തുറന്നിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പോൾ നമുക്കൊന്ന് സെൻട്രൽ മാർക്കറ്റിലേക്ക് പോവാം. ഇത് നമ്മൾ ചെറുകുട്ടി റോഡ് ജംഗ്ഷൻ എത്തുന്നുണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് പോയിട്ടാണ് നമ്മളെ സെൻട്രൽ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഏകദേശത്തെ ചെറുകുട്ടി റോഡ് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പമ്പുണ്ട് കേട്ടോ. 2ാം ഗേറ്റ് ക്രോസ് ചെയ്ത് വരുന്നൊരു പമ്പ്. ആ പമ്പും ക്ലോസ്ഡ് ആട്ടോ. നമുക്കിതാ വലത്തോട്ട് പോവാം. നമ്മളെ സെൻട്രൽ മാർക്കറ്റ്, നമ്മളെ സെൻട്രൽ മാർക്കറ്റിലേക്കുള്ള കാഴ്ചകളൊന്ന് കാണാം. അവിടെയൊക്കെ കാലി തന്നെ കേട്ടോ. അവിടെ നിന്ന് പ്രത്യേകിച്ച് ആരും ഒന്നുമില്ല. കടകളൊക്കെ കാലി തന്നെ. സെൻട്രൽ മാർക്കറ്റ് എന്താ അവസ്ഥ എന്നുള്ളത് പോയി നോക്കി തന്നെ നമുക്ക് അറിയാം, കണ്ടറിയാം. എന്താ അഭിപ്രായം? സെൻട്രൽ മാർക്കറ്റ് അതെ ഏകദേശം ഫുൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഉള്ളോട്ടേക്കൊന്ന് കയറി വെക്കാം. സെൻട്രൽ മാർക്കറ്റിൻ്റെ അവിടെയുള്ള എല്ലാ സ്റ്റാളുകളും പിന്നെ ഒക്കെ ക്ലോസ്ഡ് ആണ്. അവിടെ ഒരാളുമില്ല. അവിടെ കുറച്ച് വണ്ടികളും കുറച്ച് ബോക്സുകളും മാത്രമേ കാണുന്നുള്ളൂ. ഈ സൈഡിലേക്കാണ് നമ്മളെ ഉണക്കമീനിൻ്റെ ഒക്കെ സൈഡാണിത്. ഉണക്കമീനുകൾ കിട്ടുന്ന ഈ ഭാഗത്താണ്. അവിടെ കുറച്ച് മുന്നിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചാണ് പച്ചമീനെ കാണിക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ചിക്കൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഹോൾസെയിലൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ ഉണക്കമീൻ്റെ ഷോപ്പുകളാണ്. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് തിരിച്ചു, ഇവിടെ ഒന്നും ആരുമില്ല. നമുക്ക് തിരിച്ച് അങ്ങ് എന്ന വഴിക്ക് തന്നെ പോയാൽ കണ്ടല്ലോ. ഇവിടെയൊക്കെ ഫുള്ള് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ കഴിഞ്ഞ മീനുകളൊക്കെ ഉള്ള വണ്ടികളായിരിക്കും. ഇപ്പം ഇന്ന് ലീവായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പം ഇന്ന് രാത്രിയൊക്കെ പോകുന്ന വണ്ടികളായിരിക്കും. ഇതൊക്കെ തിരിച്ച് പോകുന്ന വണ്ടികളായിരിക്കും. നേരെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഒരു ചായക്കട ഉണ്ട്. അവിടെ ചായ ഉണ്ടോ മുപ്പര് തുറന്നിക്കണ് ചെറുതായിട്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തുറന്നേക്കും. ഇതാണ് നമ്മളെ ഹനീഫ്ക ചായൻ്റെ. ഇവിടെ നല്ല സ്നാക്സും എല്ലാത്ത ദിവസം നല്ല സ്നാക്സ്, നല്ല ഫ്രഷ് പത്തിരിയും സ്നാക്സും ഒരുപാട് സ്നാക്സൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. നല്ല അടിപൊളി ചായയും കിട്ടും. മുപ്പര് ഹനീഫ്ഖാൻ്റെ തകർത്ത ചായയാണ്. ഒരിക്കലും നല്ല അടിപൊളിയായിട്ട് ചായയും കിട്ടും. അവിടുന്ന് 3 ചായ പിന്നെ ആകെ ഒരു സമൂസയും കിട്ടിയുള്ളൂ. കഴിഞ്ഞു, ബാക്കിയൊക്കെ കഴിഞ്ഞു. മുപ്പര് പൂട്ടാൻ നിൽക്കുക. പിന്നെ കണ്ടപ്പോൾ നമുക്കൊരു 3 ചായ തന്ന് ഒരു സമൂസ ഉള്ളൂ. ആ സമൂസയും തന്ന് അത് നമ്മളവിടെ നിന്ന് കുടിച്ച്. പിന്നെ മൂപ്പര ആ ഭാഗത്ത് പോകുമ്പോൾ മൂപ്പര ചായ പറഞ്ഞാൽ അടിപൊളി ചായ. ദമ്മ് ചായ മൂപ്പര് നല്ല ഉഷാറായിട്ട് വാർന്നു തരും. അതുകൊണ്ട് അവിടെ നിന്ന് ചായ പോകണ വഴിക്ക് നിർബന്ധമായിട്ടും കുടിക്കും. രാവിലെ ഒരു ചായ അവിടെ നിന്ന് കുടിക്കുന്നതാണ്. അപ്പം പൈസ പറഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് പൈസ കൊടുക്കാൻ എന്നോട് പറഞ്ഞു പോയിക്കോടുന്നു. ഈ ഇന്നെ അങ്ങനെയാണോ വളർന്നത് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ട്. പൈസ ഒന്നും വാങ്ങില്ല കേട്ടോ. മുപ്പര് നഷ്ടം പാവാണ്. അങ്ങനത്തെ ആളുകളാണ്. ആ പൈസക്കൊന്നും പ്രാധാന്യമില്ലാത്ത ആളുകളാണ്. സ്നേഹമാണ് അതൊക്കെ. പൈസ ഒക്കെ മുപ്പരാണ് ഇന്നെ കുറവാക്കല്ലേന്ന് ഞാൻ പൈസ എടുക്കാൻ ഇപ്പം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇനി കോഴിക്കോട് ബീച്ചും കൂടി ഒന്ന് കവർ ചെയ്ത ബീച്ചിൻ്റെ അവസ്ഥയും കൂടി എന്താണല്ലോ. എല്ലാവരും വീട്ടിലിരിക്കല്ലേ, ഒന്ന് പോയൊക്കെ അരിച്ചിട്ട് നേരെ നമ്മൾ അതിലൂടെ ബോംബെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണം കേട്ടോ. ഈ വഴി അറിയില്ല എല്ലാവർക്കും. ബോംബെ ഹോട്ടലൊക്കെ ക്ലോസ്ഡ് ആണ്. ഇതാ ബോംബെ ഹോട്ടൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതിലേ നമ്മളങ്ങോട്ട് പാസ് ചെയ്യാണ്. നേരെ ബീച്ചിലേക്കുള്ള വഴിയാണ്. ഇതാ നേരെ കാണുന്നുണ്ടല്ലേ ബീച്ച്. ബീച്ചിലിന്ന് ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക. ഇന്ന് പണിമുടക്കല്ലേ, എല്ലാവരും സഹകരിക്കും. അങ്ങനത്തെ പ്രതീക്ഷയൊന്നും കോഴിക്കോട് ബീച്ച് നിങ്ങൾ വെക്കണ്ട. കോഴിക്കോട് ബീച്ച് ഇനി എന്ത് ഹർത്താലാണെങ്കിലും 10 ആളില്ലാത്ത കോഴിക്കോട് ബീച്ച് ഇവിടെ ഉണ്ടാവില്ല. കോഴിക്കോട്ടെ ആൾക്കാർക്ക് ബീച്ച് നിർബന്ധമായിട്ട് 4 ആൾ അവിടെ ഉണ്ടാവും. പിന്നെ കോഴിക്കോട് ഇപ്പം ബീച്ച് കോഴിക്കോട് ആൾക്കാരിനെക്കാളും കൂടുതൽ പുറത്തെ ആൾക്കാരാണ് കോഴിക്കോട് ബീച്ച് കാണാൻ വരുന്നത്. കോഴിക്കോട്ടത്തെ ആൾക്കാർ രാത്രികളിലൊക്കെ അധികം ഉണ്ടാവുള്ളൂ. ഈ ഡേ ടൈമും ബാക്കി സമയങ്ങളിലൊക്കെ ഞായറാഴ്ചകളിലൊക്കെ കോഴിക്കോടിന് പുറത്തുള്ള ആളുകളാണ് കോഴിക്കോട് ബീച്ച് കാണാൻ വരുന്നത്. കാരണം കോഴിക്കോടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടുത്തെ ആംബിയൻസ്, കോഴിക്കോട് ബീച്ചിൻ്റെ ആംബിയൻസ്, പിന്നെ പ്രോഗ്രാംസ് എന്തെങ്കിലുമായിട്ട് പ്രോഗ്രാംസ് അവിടെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ 4 ആൾ കൂടിയിട്ടെങ്കിലും അവിടെ പാട്ട് പാടും, ആർക്കും ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ. പിന്നെ ആർക്ക് ഫാമിലിക്കും ഒക്കെ വളരെ നല്ലപോലെ വന്ന് ആരും അലമ്പുണ്ടാക്കാനോ ഒരു കാര്യത്തിനും ഉണ്ടാവില്ല. അവനാൻ്റെ കാര്യങ്ങളായിട്ട് പോവുക. കോഴിക്കോട് ബീച്ച് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് പോവാം. വെള്ളത്തിൽ കളിക്കാനും ഒന്നിനും ബുദ്ധിമുട്ടില്ല. പിന്നെ തട്ടുകളൊക്കെ ലീവ് ആട്ടോ. ഫസ്റ്റ് കാണുന്ന തട്ടുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോർപ്പറേഷൻ നമ്മളെ ഫസ്റ്റ് കാണുന്ന തട്ടുകളൊക്കെ ഉണ്ട്. കുറേ തട്ടുകൾ ക്ലോസ് ചെയ്യും. പിന്നെ ഇതാ ഒന്നൊന്ന് തുറക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ കുറേ തട്ടുകൾ തുറന്നിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ അത്യാവശ്യം ആളുകളുണ്ട്.
ഈ രാവിലത്തെ സമയത്ത് തന്നെ അത് ആളുകളുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ആളുകൾ കോഴിക്കോട് ബീച്ചിലുണ്ടാകും. ഉറപ്പാണ്, അതിലൊരു മാറ്റമില്ല. കണ്ടല്ലോ, അത്യാവശ്യം ആളുകളുണ്ട്, അത്യാവശ്യം ഷോപ്പുകളൊക്കെ തോന്നും. ഈ നല്ല വെയിലായിട്ടുണ്ട്. ഈ വെയിലത്തെ സമയത്ത് ഈ ആളുണ്ടെങ്കിൽ വൈകുന്നേരം എന്തൊക്കെ നല്ല ആൾ തന്നെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ആൾ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയം വേണ്ട. പിന്നെ ഇവിടെ കോഴിക്കോട് ആരെയും ബുദ്ധിമുട്ടില്ല. ആവശ്യമുള്ളവർക്ക് വരാം, ആവശ്യമുള്ളവർക്ക് പോകാം. വേറെ ആരെയും പിടിച്ചിരുത്തി ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലെന്ന്. അതാ വേണ്ടതും. ആളുകൾ ചെയ്യട്ടെ, സഹകരിക്കുന്നവർ സഹകരിക്കട്ടെ, ഇല്ലാത്തൊരു പോട്ടെ. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പക്ഷേ ഇത് എന്തിനുള്ള സമരമെന്ന് കേന്ദ്രത്തിനെതിരെയുള്ളതല്ലേ. കുറച്ചൊക്കെ അറിയാം, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. കൂടുതലായിട്ട് അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാൽ കമൻറ്റൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാം. കേന്ദ്രത്തിൻ്റെ അവഗണന എന്നോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അറിയുള്ളൂ. കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അത് വെച്ച് ഇന്നെ ഒക്കാൻ വരണ്ട, അറിയാത്തതുകൊണ്ടാണ് അറിയില്ല എന്ന് തന്നെ പറഞ്ഞത്. നമ്മൾ നേരെ ബീച്ച് കയറി നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയാണ്. നേരെ ബീച്ചിൻ്റെ ലാസ്റ്റ് എത്തി. അവിടുന്ന് ബീച്ച് ലാസ്റ്റില്ല, പകുതി നമുക്ക് പ്രൊവിഡൻസ് കോളേജ് റോഡിലേക്ക് വെള്ളിലേക്ക് പോണ റോഡിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം. പോണ വഴിക്കൊക്കെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ കടകളൊന്നും ഇല്ല എന്നുള്ളൂ കേട്ടോ. വേറെ വലിയ ഐസ്ക്രീം പാർലറും ഹോട്ടൽസൊന്നും തുറന്നിട്ടില്ല. നേരെ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലായിട്ട് വീണ്ടും ക്രിസ്ത്യൻ കോളേജിലേക്ക് എത്തുന്ന വഴി കേട്ടോ. നമുക്ക് ആ വഴി നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഈ റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ CP ഹാജിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അവിടെ അടിപൊളി ബീഫ് ചില്ലി കിട്ടുന്നതാണ്. രാവിലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വൈകിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി ചോദിച്ച് നോക്കാമെന്നൊരു ഐഡിയ ഉണ്ട്. ആണെങ്കിൽ ഓരോ സിംഗിൾ പൊറോട്ടി ഒരു ബീഫ് ചില്ലിയും തിന്ന് വരാമെന്നൊരു ഐഡിയ ഉണ്ടേന്. ഹോട്ടലിൽ അവിടുന്ന് കുറച്ചും ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് റൈറ്റ് സൈഡിൽ കയറി വരുന്ന റൈറ്റ് സൈഡിലാണ് ഹോട്ടലുള്ളത്. അങ്ങനെ പോണോ സംശയത്തിന് വെച്ച് വേണ്ട, ഇനിയിപ്പോൾ കുറച്ച് വേണ്ട, വീട്ടിലേക്ക് പോകാറ് വിചാരിച്ച്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വിളിച്ച് വേണ്ട, അവിടുന്ന് ഒരു സജഷൻ തിരിച്ച് നമുക്ക് അവിടുന്ന് പോയി നോക്കിയാലോ അവിടുത്തെ ബീഫ് ചില്ലിയും പൊറോട്ടയും തിന്നാമെന്നുള്ളത്. അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തി വണ്ടി വീണ്ടും ഞങ്ങൾ വളയ്ക്കുകയാണ് ഗൈസ്, വളയ്ക്കുകയാണ്. അങ്ങനെ ഹോട്ടലിലേക്ക് തീരുമാനം മാറ്റി ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അവിടെ നല്ല ചെറിയ ബീഫ് ചില്ലിയാട്ടോ കിട്ടുക. ചെറിയ ബീഫ് ചില്ലി, പൊറോട്ട, പൊരിച്ചത്തിരി, ചപ്പാത്തി, വൈസ്പത്തിയൊക്കെ ഉണ്ടാവും. അങ്ങനെ വീണ്ടും അവിടേക്ക് പോവാം. CP ഹാജി റൈറ്റ് സൈഡിൽ കണ്ട ചെറിയ ഹോട്ടലാണ്. അവിടെ പോയി ഞാൻ അവിടെ വണ്ടി നിർത്തി ഉള്ളിൽ പോയി ചോദിച്ച് പൊറോട്ട ബീഫ് ചില്ലി ഉണ്ടോയെന്ന്. ബീഫ് ചില്ലി 3 മണിക്ക് ശേഷമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ, നമ്മൾ പോയി വരാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോകണ വഴിക്കാണ് പ്രൊവിഡൻസ് കോളേജിൻ്റെ ബ്രിഡ്ജ് കയറി. അവസ്ഥ കണ്ടല്ലോ, നമ്മളന്ന് പണിമുടക്ക് ഒരുവിധം ഏകദേശം വിജയം തന്നെയാണ്. വലിയ വണ്ടികളൊന്നുമില്ല. പ്രൊവിഡൻസ് കോളേജിൻ്റെ ബ്രിഡ്ജായിട്ടാണ് കയറുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ പ്രൊവിഡൻസ് കോളേജ് കാണാം. പ്രൊവിഡൻസ് കോളേജല്ല സ്കൂള്, സോറി, കോളേജ് മലപ്പുറമാണ്, സ്കൂളാണ് പ്രൊവിഡൻസ് സ്കൂള്. അത് കയറി നേരെ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ. അവിടുന്ന് ലെഫ്റ്റ് അവിടെ ഇംഗ്ലീഷ് പള്ളി വഴി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ്. ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനാണ്. ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ ഒന്നുമില്ല കേട്ടോ, അവിടെ റീകളൊക്കെ ഉണ്ട്. അവിടെ ചായ കുടിക്കാൻ എവിടെയും വകുപ്പൊന്നുമില്ല. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ നമ്മളിതാ പോവാണ്. ഇംഗ്ലീഷ് പള്ളി. ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് വില കുറവുണ്ടാവും, അവിടുന്ന് മേടിക്കുക. ഒരു അഭിപ്രായം ഉണ്ട്, നോക്കട്ടെ. തൊട്ടിൽ മീൻ വിൽക്കുന്നുണ്ട്. ആകെ 4 അടവട്ടം കാണുന്നുണ്ട് അവിടെ, വേറൊന്നുമില്ല. നേരെ പോകുമ്പം ചിക്കൻ സ്റ്റാളൊന്നും എത്തിയില്ല. പമ്പൊക്കെ കഴിഞ്ഞ് അവിടെ ചിക്കൻ സ്റ്റാളൊന്നും ഇല്ല കേട്ടോ, ഒക്കെ പൂട്ടി. അവിടെ ഫിഷ് മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. മീനുണ്ട് അവിടെ, മീൻ പോയാൽ കിട്ടും കേട്ടോ. ആവശ്യമുള്ള ഒരു മീൻ വേണമെങ്കിൽ ഇവിടെ പോയിക്കോളി. ചിക്കൻ സ്റ്റാളൊന്നും തുറന്നിട്ടില്ല, ചിക്കൻ സ്റ്റാളൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പം ചിക്കൻ നമുക്ക് വേണ്ട, മീൻ വീട്ടിൽ എന്തെങ്കിലും ഉണ്ട്, മാന്തൊക്കെ വീട്ടിലുണ്ട്, അതുകൊണ്ട് മീൻ വേണ്ട.
ചിക്കൻ കിട്ടുകയാണെങ്കിൽ പൊരിക്കലോ. ഒരു പണിമുടക്ക് നമുക്ക് കേരളീയരുടെ സ്വഭാവമല്ല. ചിക്കൻ അല്ലാണ്ടൊരു പണിമുടക്കൊരു രസം ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓംലേറ്റ് അടിച്ച് ഇന്നത്തെ ചോറാക്കാം. പിന്നെ നമ്മളെ ആ നടക്കാൻ അവിടെ ഫ്രൂട്ട്സൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് വണ്ടിക്കാരുടെ അടുത്ത് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കിട്ടും പോയാൽ. വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. നേരെ നമ്മൾ പഴയ സ്കൂള്, നടക്കാവ് സ്കൂള്. ഇനി 80-90 ഗവൺമെൻറ് ഹൈസ്കൂൾ നടക്കാവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. പഴയ ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പഴയ 80-90 ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയാം. പണ്ടത്തെ ട്രെയിനിങ് സ്കൂളാണ് ഇത് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കാവ് പോലീസ് സ്റ്റേഷനുള്ള ജംഗ്ഷൻ റൈറ്റ് നമ്മൾ നേരെ പോവാണ്. തിരിച്ച് വീട്ടിലേക്ക് വിടാം. ശാന്തമായ അന്തരീക്ഷമാണെന്ന് കോഴിക്കോട് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി എന്താ അല്ല, വലിയ അലമ്പുകളൊന്നും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇങ്ങനെ തന്നെ പോട്ടെ. കച്ചറകളും അലമ്പുകളൊന്നും ഇല്ലാണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരവസ്ഥ പോട്ടെ. അപ്പോൾ നമ്മളിന്ന് പണിമുടക്കിൻ്റെ ഡേ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ കുഴി സൽക്കാരൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടല്ലോ. അപ്പോൾ എന്നാൽ എല്ലാവരോടും ബൈ. പണിമുടക്ക്, ഹാപ്പി പണിമുടക്ക് എന്ന് പറയാം. ബൈ.